ഹായ്, ഹൗ ആർ യു ഫ്രണ്ട്സ്? റൈനോ വ്ളോഗ്സ് എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. MG ശ്രീകുമാർ, വേടൻ. എനിക്ക് വേടനെ അറിയില്ല. വേടൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ 45 വർഷമായി സംഗീത മേഖലയിലുണ്ട്. എൻ്റെ ലഹരിയാണ് എൻ്റെ സംഗീതം. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഒരു ചർച്ചയാണ് MG ശ്രീകുമാറിന് വേടനെ അറിയില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ള വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടൻ്റെ സംഗീതത്തെയും വേടൻ്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം 2-3 കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. കാരണം ഞാനും ദാസേട്ടനും ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയി ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ആയിരുന്നു ആൾക്കാർക്ക് ഒരു ജിജ്ഞാസ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഈ വിഷയത്തിലെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, MG ശ്രീകുമാർക്ക് വേടനെ അറിയാം. പക്ഷേ എന്നിരുന്നാലും വലിയ ക്ലോസ് ആയിട്ടില്ല, പരിചയമില്ല. കാരണം അദ്ദേഹം വർഷങ്ങളായി സംഗീത ഫീൽഡിലുണ്ട്. അതിൻ്റെ ഒപ്പം വർക്ക് ചെയ്തവരുണ്ട്, അവരൊക്കെ ഒരുമിച്ച് പാടിയവരുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം, റിയാലിറ്റി ഷോയിലൊക്കെ വന്നിരിക്കുന്ന ഗായകന്മാരൊക്കെ എല്ലാവർക്കും പരിചയസമ്പന്നമായിട്ടുള്ള ആളുകളെല്ലാം MG ശ്രീകുമാറിനറിയാം. പക്ഷേ വേടനെ ആ ക്ലോസിൽ പരിചയമില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് വേടനെ അറിയാം, തീർച്ചയായിട്ടും പലർക്കും വേടനെ അറിയില്ലാത്തവരുണ്ട്. പക്ഷേ MG ശ്രീകുമാറിന് വേടനെ അറിയാം. കാരണം ഈ ഒരു മുമ്പ് മോഹൻ സിത്താര എന്തൊരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ്. അതിനകത്ത് പറയുന്നു, ഞങ്ങളൊക്കെ സംഗീത പരിപാടി, ഞാനോ ദാസേട്ടനോ സംഗീത പരിപാടികളൊക്കെ വെച്ചാൽ ആൾ കൂടാൻ, കച്ചേരിയൊക്കെ വെച്ച ആൾ കൂടാൻ സാധ്യത കുറവാണ്. പക്ഷേ വേടൻ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുന്നുണ്ട് എന്നൊരു പരിഭവം പോലെ അയാൾ പറഞ്ഞിരുന്നു. കാരണം ഇപ്പോഴും റാപ്പ് സംഗീതത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പിന്നെ MG ശ്രീകുമാറിന് അത് ആളെ അറിയാം. പക്ഷേ എന്നിരുന്നാലും താൻ ആ ലഹരിയുടെ ഒരു തന്നെയും പെടുത്തുമോ, അല്ലെങ്കിൽ താൻ അവരെക്കാളും ചെറുതായി പോകുന്നുള്ളൊരു എന്തോ ഒരു വ്യക്തി കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഈ MG ശ്രീകുമാർ 45 വർഷമായിട്ട് മലയാളികൾ എല്ലാവരും അംഗീകരിച്ചൊരു ഗായകൻ തന്നെയാണ്. തീർച്ചയായിട്ടും അംഗീകരിച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ പിന്നെ MG ശ്രീകുമാർ വന്നതെന്ന് പറഞ്ഞാൽ ചേട്ടൻ സംഗീതജ്ഞനായിരുന്നു. പിന്നെ മോഹൻലാൽ സുഹൃത്തുമായിരുന്നു, ഒരുമിച്ച് കോളേജിൽ പഠിച്ചത്. പ്രിയദർശൻ, അതായത് ഇവരുടെയൊക്കെ കോംബോ എല്ലാ ഹിറ്റായി. പ്രിയദർശൻ മോഹൻലാൽ സിനിമകളിൽ എടുത്തു നോക്കിയാൽ എല്ലാ പാട്ടുകളും MG ശ്രീകുമാറാണ് പാടിയിരിക്കുന്നത്. അതിൽ ഇവർ തമ്മിലുള്ള ആ മോഹൻലാലിൻ്റെ സൗണ്ട്, ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ടും MG ശ്രീകുമാറിൻ്റെ സൗണ്ടും തമ്മിൽ ചെറിയൊരു മാച്ചിങ് ഉണ്ട്. അത് സോങ്ങിൽ നമുക്ക് കാണാനും പറ്റും. നമ്മൾ MG ശ്രീകുമാർ പാടിയ പോലെയല്ല, മോഹൻലാൽ പാടിയ പോലെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അത് ഹിറ്റായിക്കൊണ്ട് ഓരോ പാട്ടുകൾക്കും മിക്കപ്പോഴും ലാലേട്ടൻ അഭിനയിച്ച 100% 80% MGയുടെ പാട്ടുകൾക്ക് ഒരുപാട് പാടി കൊടുത്തിട്ടുണ്ട്. പാട്ടുകൾക്ക് സാന്നിധ്യമുണ്ട്. ആ പാട്ടുകൾ ഇന്നും ഹിറ്റാണ്. വേൽമുരുകൻ ആയിക്കോട്ടെ, ഒരുപാട് ഗാനങ്ങൾ മോഹൻലാലിന് വേണ്ടി പാടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ വേടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതം വേറെ രീതിയാണ്. കാരണം നിങ്ങൾ 45 വർഷം കൊണ്ടുണ്ടാക്കിയ 4 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ വേടൻ. വേടൻ എന്ന് പറഞ്ഞാൽ വിപ്ലവ ഗാനങ്ങളൊക്കെയാണ് പാടുന്നത്. അതായത് അദ്ദേഹം അനുഭവിച്ചു വന്നിരുന്ന ജീവിത രീതിയും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതുമായ അനീതികൾക്കെതിരെ അദ്ദേഹം പാട്ടിലൂടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. അത് മുമ്പും ഈ റാപ്പ് സംഗീതം വന്നു, ബോബ് മാർലിയൊക്കെ അതൊക്കെയാണ്. ആ ഒരു ഫോളോ ബാക്കായിട്ടാണ് ഇവിടെയുള്ള റാപ്പേഴ്സൊക്കെ വരുന്നത്. അത് പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. MG ഈ വിഷയത്തിൽ MGനെ പലർക്കും വേടനെ കഞ്ചാവ് ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ പോയി കമൻറ്റ് ബോക്സിൽ എനിക്ക് വേടനെ അറിയില്ല, കഞ്ചാവ് അറിയില്ല, കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ വേടനെ MGക്ക് അറിയാം. കാരണം ഞാൻ പറഞ്ഞ ഈ പുള്ളി ഇത്രയും പാടി ഇപ്പോൾ എന്നായാലും ഈ വേടൻ എന്ന് പറഞ്ഞൊരു പാട്ട് മന്ത്രമല്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് MG ശ്രീകുമാർ.
ആ ഈ വേടൻ്റെ ഒരു എഫക്റ്റ് അദ്ദേഹം കേട്ട് കാണും, വേടനെ അറിയുകയും ചെയ്യും. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് സ്വയം നന്നാവുന്നു, അത് തന്നെയാണ് വേടൻ അത് പറഞ്ഞിട്ടുമുണ്ട്. സ്വയം നന്നാവണം എന്നുള്ള അവനവും വിചാരിക്കണം. തീർച്ചയായിട്ടും വേടൻ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് തിരിച്ചു വരുമെന്ന് അറിയാം. പക്ഷേ എം ജി ഒരിക്കലും ചെറുതായി പോയിട്ടില്ല. അദ്ദേഹത്തിന് നല്ല സ്ഥാനമുണ്ട്. വേടനും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ കൂടുന്നേക്കാളും കൂടുതൽ ഇതിൻ്റെ ഗാനങ്ങൾ കേൾക്കാനാണ് ഇപ്പോഴുള്ള ആളുകൾക്ക് ഇഷ്ടം. ആളുകളുടെയൊക്കെ ഓരോ രീതിയൊക്കെ ഓരോ ഇഷ്ടങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എം ജിക്ക് ഇദ്ദേഹത്തെ അറിയാം. പക്ഷേ അത് പറയാനുള്ളൊരു ജാതിയുടെ ഇതാണോ, ഈഗോയാണോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം പറയാതിരുന്നത് എന്തുകൊണ്ടും ഈഗോ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഇത്രയും പോപ്പുലറായി റാപ്പ് സിംഗേഴ്സിനൊക്കെ അദ്ദേഹം മുൻപ് കിടക്കുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം, എം ജി ശ്രീകുമാറിന് അറിയാം. പക്ഷെ പറഞ്ഞാൽ താനും അതൊരു താനും ഉപയോഗിക്കേണ്ട എന്തോ ഒരു ഈഗോ കൊണ്ടായിരിക്കാം അയാളത് പറയാതിരുന്നത്. പക്ഷെ എന്നിരുന്നാലും രണ്ടും നല്ല അതുല്യ പ്രതിഭകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും താഴ്ത്തി കെട്ടി പറയുകയല്ല. വേടൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്. അദ്ദേഹം മോഹൻലാലിൻ്റെ സൗണ്ട് കൊണ്ടും സാദൃശ്യം കൊണ്ടും സഹോദരൻ്റെ ഇതുകൊണ്ടും മാത്രം അദ്ദേഹം ഇത്രയും കാലം പിടിച്ചു നിന്നു. അത്രയും കാലം അയാൾ വളർന്നു വന്നത്. പക്ഷെ വേടൻ അതൊന്നും ഇല്ലാതെ ഇപ്പോഴും ഓർക്കേണ്ട ഒരു വേടൻ ഒരു വേദിയിൽ ചെറുതായിട്ട് ഏതോ ബാൻഡ്മേളത്തിന് ചെറിയൊരു സോങ് പാടിക്കാൻ കയറിയതാണ്. പക്ഷേ പുള്ളി ഒരു ബ്രാൻഡായി മാറുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടും സംഗീത ലോകത്ത് ആവശ്യമാണ്. ഇനിയും നിങ്ങളെപ്പോലെയും വേടനെ പോലെയുള്ള പ്രതിഭകൾ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വാദിക്കുന്നു. ഈ വിഷയത്തിൽ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് അറിയാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റുമില്ല. അത് അയാൾക്ക് അറിയണമെന്നൊന്നുമില്ല, അയാളത് പറയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും രണ്ടുപേർക്കും നല്ലത് വരുത്തട്ടെ, പുതിയ ഗായകർ വരട്ടെ, എല്ലാം നല്ലപടി കിടക്കട്ടെ എന്ന് ആവശ്യമുണ്ട്. ഈ ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വെയിറ്റ് ആൻഡ് സീ.